വന്നു കഴിഞ്ഞപ്പോ പിണക്കം മാറിയല്ലേ? അമ്മ വെളുത്തിരിക്കുന്നുണ്ട്. സൂര്യൻ എന്നെ വെളുപ്പിക്കുന്നില്ല. ഉപ്പേരി ഇല്ലാതെ എന്താ ഓണം? ഓണത്തിന് നമുക്ക് ഉപ്പേരി വറക്കാം. നമ്മൾ ഇന്നാണേല് ഔട്ട്ഡോർ കുക്കിംഗ് ആണേ. ഔട്ട്ഡോർ കുക്കിംഗ് ആണ്, പക്ഷെ സൂര്യൻ ഇതൊന്നും അങ്ങോട്ട് ഉപയോഗിക്കുന്നില്ല. ശരിയാ. വെയില് കണ്ടോ ഇങ്ങോട്ട് അമ്മയുടെ അടുത്തോട്ട് വരുന്നു. നമ്മൾ ഒരു ട്രിപ്പ് വറുത്തെടുത്തു. കണ്ടോ, സെക്കൻഡ് ട്രിപ്പാണ് ഇട്ടേക്കുന്നത്. പിങ്കി കുഞ്ഞിനെ അകത്ത് കയറ്റിയേക്കുക. നമുക്ക് അഹങ്കാരം. വായി നോക്കാൻ പോവാ. വായി നോക്കി ഇട്ട ഉടനെ ഇപ്പൊ അങ്ങ് അവിടെ ആ റോഡിൻ്റെ അവിടെ അതുകൊണ്ട് അവിടെ പോയി നിൽക്കും വിട്ടാല്. ഉപ്പേരി തിന്നുക. നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോ തൊട്ട് തിന്നും അല്ലേ അമ്മേ? ഇപ്പൊ കഴിക്കുവാണെങ്കിൽ കഴിക്കും, പിന്നെ കണക്കാ. അപ്പ വരുമ്പോഴത്തേന് അപ്പ എന്നോട് പിണങ്ങി പോയ പിണക്കൊക്കെ പെട്ടെന്ന് മാറും. പിണങ്ങൊന്നും പോയോ? നീ പറഞ്ഞോ. ഞാൻ അവിടെ ഈ കാ പൊളിച്ചോണ്ടിരിക്കല വന്ന് എന്റെ കൂടെ വന്ന് കാ പൊളിച്ചു. കാ പൊളിച്ചോണ്ടിരിക്കല ഞാൻ അപ്പുറത്ത് മാറി അങ്ങ് ഇരുന്ന് പൊളിക്കട്ടെന്ന്. ഇന്ന് എന്നെ പൊളിച്ച് തീരാറായപ്പോ 3 കാ എഴുതിയ മാറ്റി വെച്ചു. എന്നോട് പറഞ്ഞാൽ അത് എടുത്തോണ്ട് പോവാ, നമുക്ക് വൈകിട്ട് ഒരു മാറ്റോണ്ട് വരാം. നിങ്ങളല്ലേ പറയുന്നേ, മാറ്റോണ്ട തരത്തില്ല എന്ന് പറഞ്ഞാൽ മതി. പിന്നെയും പറഞ്ഞത് ഇങ്ങനെ എടുത്തോണ്ട് വന്നു. അപ്പൊ ഞാനെന്തോ നോക്കിക്കൊണ്ട് ഇങ്ങനെ കുഞ്ഞിരിക്കും. ഞാൻ ഗ്രഹപ്പഴിക്ക് ഒന്നും ഉണ്ടായിരിക്കാവോ അത്ര പറഞ്ഞുള്ള. ആ തൊലി തോരൻ വെക്കാൻ ഇച്ചിരി വെക്കണോന്ന് പറഞ്ഞിട്ട് അതുപോലും വെക്കാതെ എനിക്ക് മൊത്തം കൂടെ എടുത്തോണ്ട് പോന്നൊക്കെ ഞാൻ കണ്ടു. ചുട്ടിക്കൊണ്ടാ കളഞ്ഞേച്ച വീർന്ന് കെട്ടി അവിടെ വന്നിരുന്നേച്ച. ഞാൻ ഇതെല്ലാം എടുത്ത് ഇവിടെ കൊണ്ട് വെക്കുന്നതുകൊണ്ട് ഉടുപ്പും മുണ്ടും ഇട്ടോണ്ട് ഒറ്റ പോകാം. പിങ്കിയുടെ ഫുഡ് വാങ്ങിക്കാൻ പോകാൻ തോന്നുന്നു. അപ്പൊ ഈ വർഷം നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. നീ തിന്നോണ്ടിരുന്നുണ്ട് പിന്നെ ഉപ്പേരിക്കകത്ത് ഉപ്പ് ഒഴിച്ചതിന്റെ ബഹളമാണ് ഈ കേട്ടത്. പിടിയായല്ലേ? അമ്മ വെളുത്തിരിക്കുന്നുണ്ട്. സൂര്യൻ എന്നെ വെളുപ്പിക്കുന്നില്ല. ആ വെയില് മുഖത്തടിക്കുന്നുണ്ടാ. പുക ഇനിയിപ്പോ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, കണ്ണിലെല്ലാം പുകയാകും. പിങ്കിക്കുഞ്ഞിനെ വിളിച്ചോണ്ട് വരാമേ. ബായോ ഉപ്പേരി ബാ ഓടി വാ. അയ്യോ വിഷമിച്ച് കിടക്കുമായിരുന്നോ? ബാ ഉപ്പേരി തിന്നാൻ പോ. ഓ അമ്മ വഴക്ക് പറയുന്ന ഓർത്താണോ വരാത്തെ? ബാ ഉപ്പേരി തിന്നാൻ ബാ. അമ്മയുടെ മേടിക്കും ഉപ്പേരി. ഇവിടെ ഈ സംഭവങ്ങളൊക്കെ നടന്നു. ഓനായണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത് നമുക്കത് തിന്നാ. വേണ്ടേ? വേണോ ഉപ്പേരി? വേണോ? ഓനായണ്ട് ഉപ്പേരി വേണോ? ഉപ്പേരി നമ്മുടെ ഉപ്പേരി അല്ല, വറുത്ത് കഴിഞ്ഞു. എണ്ണയൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പം ഇപ്പം വരും കാ മേടിച്ചോണ്ട്. ശർക്കര വരട്ടി ഈ ഓണത്തിന് നമ്മൾ ഉണ്ടാക്കും. അപ്പം അങ്ങനെ വീണ്ടും ഏത്തക്കയും കൊണ്ട് വന്നിട്ടുണ്ട്. ശർക്കര വരട്ടിക്ക് വേണ്ടി അരിയുവ അമ്മ ഈ ഒരു വലിപ്പത്തിലല്ലേ? ആ അപ്പയും വന്നിട്ടുണ്ട്. ഇപ്പം വറക്കുന്ന ആള് മാറി അപ്പയായി. പിണങ്ങിപ്പോയി. വന്നു കഴിഞ്ഞപ്പോ പിണക്കവും മാറി.
ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ പിണക്കം. പിണങ്ങിയതിന്റെ മോന്തമുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞപ്പോ പിണക്കം മതിയല്ലേ. നമ്മൾ 5 മണിയായപ്പോ വെളിയിൽ ഇരുന്നതാ ഉണ്ടാക്കാൻ വേണ്ടി. വെളിയിലിരുന്നോണ്ട് ചൂടില്ലല്ലോ. ഇല്ല, ഇപ്പൊ 7 മണിയാവുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു ചെറിയ തണുത്ത കാറ്റും ഒക്കെ അടിക്കുന്നുണ്ടല്ലേ. ഇരുട്ടിയേ. ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ ശർക്കര ഉരുക്കുക. ഏലക്ക, ചുക്ക്, ജീരകം ഇത് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 1 സ്പൂൺ പഞ്ചസാരയോടെ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പാനി കുറുകി വന്നിട്ടുണ്ട്. ഈ പരുവം മതിയെന്ന് തോന്നുന്നു. ഇതിനകത്തോട്ട് തീ കുറച്ച് വെച്ച് ഇതിട്ടു. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കായിട്ടു ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ശർക്കരപ്പാനിയായ ഏത്തക്കായലെല്ലാം ആകണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പൊടിച്ചു വച്ചേക്കുന്ന ചുക്ക്, ഏലക്ക, ജീരകം, കുറച്ച് പഞ്ചസാരയോട് ചേർത്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തു. ഇനി അടുത്ത ഇച്ചിരി പഞ്ചസാര ഇടും. അരിപ്പൊടിക്ക് പകരം കുറച്ച് പഞ്ചസാരയുള്ള ഇങ്ങനെ വിതറിയില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഈ ഒട്ടി പിടിക്കാതെ ഒന്നൊന്നായി കിടക്കും. പഞ്ചസാര അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. കണ്ടോ, ഡ്രൈ ആയി വരും. അങ്ങനെ ശർക്കര വരട്ടി റെഡി. ഒരെണ്ണം കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടമ്മേ. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.